ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വാട്സപ്പ് മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ ചാറ്റ് പ്രോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ കാണുന്നത്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗൂഗിൾ ക്രോം അപ് ടു ഡേറ്റ് ആണോ എന്ന് നോക്കണം. അതിന് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരുമ്പോൾ ഇവിടെ എബൌട്ട് ക്രോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ് കാണിക്കുകയാണ്. ക്രോം ഈസ് അപ് ടു ഡേറ്റ് എന്ന് ഇവിടെ കാണിക്കും. അഥവാ അപ് ടു ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം താഴെ തന്നിരിക്കുന്ന ഈ സോഫ്റ്റ്വെയർ ഫയൽ എന്ന് പറഞ്ഞ് ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതൊരു ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ലോഡായിട്ട് ഡൗൺലോഡ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡൗൺലോഡ് എനിവേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് ഫോൾഡറിലേക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഡൗൺലോഡ് ആയതിനു ശേഷം ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഫോർ ഇൻഫോ ക്ലിക്ക് ചെയ്യുക. റൺ എനിവേ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. എഗെയിൻ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ യെസ് ഓർ നോ എന്ന് ചോദിക്കും, അതിൽ യെസ് ക്ലിക്ക് ചെയ്യുക. ക്ലോസ് കൊടുക്കുക. നമ്മുടെ സോഫ്റ്റ്വെയർ ഫയൽ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആക്ടിവേഷൻ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഈ കോഡ് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നിങ്ങളുമായിട്ട് കൺസേൺ ആരാണോ വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ വാട്സപ്പ് നമ്പറിലേക്ക് ഈ കോഡ് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു കീ ജനറേറ്റ് ചെയ്ത് കിട്ടും. ഇതേപോലെ നമുക്കൊരു കീ വരും. ഈ കീ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിന്റെ രണ്ടാമത്തെ പ്രൊവൈഡ് യുവർ ആക്ടിവേഷൻ കീ എന്ന് പറഞ്ഞ അവിടെ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആക്ടിവേറ്റ് നൗ കൊടുക്കാം. ഓക്കെ, പെർഫെക്റ്റ്. നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സെറ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബ്രൗസറിന്റെ ഇവിടെ ബിൽറ്റ് ഇൻ ബ്രൗസർ തന്നെയാണോ എന്ന് നോക്കുക. ഗൂഗിൾ ക്രോമോ അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ബിൽറ്റ് ഇൻ ബ്രൗസർ ആക്കി തന്നെ വെച്ചിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ചെക്ക് ഫോർ ഇന്റേണൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ക്ലിയർ സെഷൻ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ക്ലിയർ പ്രൊഫൈൽ ക്യാഷ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. നമ്മുടെ വാട്സപ്പ് മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.